പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ 2024 മെയ് മാസം ഈ 21-ാം തീയതി മൂന്നാമത്തെ ചൊവ്വാഴ്ച നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നായി ഓൺലൈൻ മാധ്യമത്തിലൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവചനം പഠിക്കുവാനും കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. പ്രാരംഭ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സകലത്തിന്റെ ഉടയവനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദിനംതോറും ഞങ്ങളെ അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞ് നടത്തുകയും അവിടുത്തെ കരത്താൽ താങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വൻ കൃപകൾക്കായി സ്തോത്രം. ഒരാഴ്ചവട്ടം കൂടെ അതാദിനങ്ങളിൽ ഞങ്ങളെ പരിപാലിച്ചു. സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ അടുത്തു വരുവാൻ കർത്താവ് ആയുസ്സും ആരോഗ്യവും ദീർഘമാക്കി. അനുഭവിച്ച എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കണം. നെറ്റ്വർക്കിനെ കർത്താവ് നിയന്ത്രിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ഓൺലൈനായി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും വരും ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. തുടർന്ന് അവിടുത്തെ സാന്നിധ്യബോധത്തിലിരുത്തുവാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി 29-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 29, 11-ാം വാക്യം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. 29-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനം തന്നെയാണ്. സാധാരണയായി ആത്മീക ഉണർവ് യോഗങ്ങളിൽ, കൂട്ടായ്മകളിൽ, ശുശ്രൂഷകളിൽ ആവർത്തിച്ചു വായിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചും ദൈവ വചനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് വിവിധ ഉദാഹരണങ്ങൾ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിന് ആത്മീയ ശുശ്രൂഷകർക്കിടയിൽ വളരെ പ്രാധാന്യം തന്നെയുണ്ട്. അങ്ങനെ അനേക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അവസാന വാക്യമായ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ഈ അവസാനത്തെ വാക്യത്തിൽ 2 കാര്യമാണ് പറയുന്നത്. ദൈവം 2 കാര്യങ്ങൾ നൽകിയാണ് അനുഗ്രഹിക്കുന്നത്. ഇന്ന് അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ക്രൈസ്തവ ലോകം കാട്ടിക്കൂട്ടുന്നത് എത്രയോ അപഹാസ്യമായി മാറിയിരിക്കുന്നു. വേദപുസ്തകവും വിശ്വാസവും വിശ്വാസ പ്രമാണങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അനുഗ്രഹം എന്നുള്ള ഒരേ ഒരു പദത്തിന്റെ പിന്നാലെ ജനം നെട്ടോട്ടം ഓടുകയാണ്. എന്തും ചെയ്യുവാൻ മടിയില്ല. ഏത് കർമ്മങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ചെയ്യും. അനേകർ പരസ്യമായി ചെയ്യുമ്പോൾ മറ്റു പലരും വളരെ രഹസ്യമായി ചെയ്യുന്നവരാണ്. എന്താണ് അനുഗ്രഹത്തിന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയത്? ഒന്ന്, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യന് ശക്തി ക്ഷയിച്ച ഒരു ലോകത്തിലാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, ചെറുപ്രായം മുതൽ മുതിർന്ന പ്രായം വരെ ഉള്ളവർ പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുകയാണ് ശക്തി പ്രാപിക്കാൻ. അത് വ്യായാമ മുറകളായും മെഡിസിൻസായും പല വിധങ്ങളിലുള്ള പുതിയ പുതിയ വിപണന തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ശക്തിയാർജിക്കുകയാണ്. ഇത് ഭൗതിക ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ട ശക്തിക്കായി മനുഷ്യൻ ഇന്ന് കാട്ടിക്കൂട്ടുന്നത്
വളരെ അപലനീയമാണ്. ഏതുവിധ വേഷവും കെട്ടി ആര് പറയുന്ന എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നവലോകം. കാരണം മനസ്സിന് ശക്തി പോലെ. മാത്രമല്ല, ആത്മീയ ശക്തിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം. ഏത് സഭയിൽ നിന്നാൽ, ഏത് കൂട്ടായ്മയിൽ കൂടിയാൽ, എങ്ങനെ പ്രാർത്ഥിച്ചാൽ, കിഴക്കോട്ട് പ്രാർത്ഥിക്കണോ, പടിഞ്ഞാറോട്ട് പ്രാർത്ഥിക്കണോ, മുട്ടുകുത്തി പ്രാർത്ഥിക്കണോ, ഉരുണ്ട് പ്രാർത്ഥിക്കണോ, ഇന്നൊന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാത്മീയ ലോകം. പ്രിയമുള്ളവരെ, ഇവയൊന്നുമല്ല നമ്മുടെ ശക്തിയുടെ സ്രോതസ്. ദൈവം നമുക്ക് ശക്തി നൽകിയാൽ മാത്രമേ മേൽ പ്രസ്താവിക്കപ്പെട്ട ഏത് മേഖലയിലും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കുന്ന മേഖലകളിൽ നിലനിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ദൈവകൃപയൊന്നു മാത്രമാണ്. അല്ലാതെ ലോകപ്രകാരമുള്ള മാനസിക, ശാരീരിക ടോണിക് മെഡിസിൻ, കൗൺസിലിംഗ്, ബൂസ്റ്റിംഗ്, സ്പിരിച്വൽ അവേക്കനിസ്, പുതിയ ഫയറിംഗ് പ്രോഗ്രാം ഒന്നുമല്ല പ്രിയമുള്ളവരെ. ഉയരത്തിലെ ദൈവം നമുക്ക് നൽകുന്ന ശക്തിയാണ്. ബലഹീനമായ ഈ മൺകൂടാരങ്ങളിൽ ബലവാനായ ദൈവം പകരുന്ന ആത്യന്തികമായ ഉയരത്തിലെ ശക്തി. ഈ നാളുകൾ പെന്തക്കോസ് ദിനങ്ങളാണല്ലോ. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വാങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, നിങ്ങൾ ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കുവീൻ. നിങ്ങൾ ഇവിടെ പാർക്കണം, ഇവിടെ നിന്ന് ശക്തി പ്രാപിക്കണം. ഇത് നമുക്ക് കഴിയണം. ഇത് കഴിയാത്തിടത്തോളം കാലം യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് നമുക്ക് ശക്തി വേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് ശക്തി നൽകുന്നത്. രണ്ടാമതായിട്ട് പറയുന്നു, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകിയാണ് അനുഗ്രഹിക്കുന്നത്. ഒരു മാർക്കറ്റിലും എത്ര മില്യൺ ബില്യൺ ഡോളർ കൊടുത്താലും കിട്ടാത്ത ഒരു കാര്യമാണ് സമാധാനം. സമാധാനം വ്യക്തിക്കുണ്ടോ, കുടുംബത്തിലുണ്ടോ, സഭയിലുണ്ടോ, ദേശത്തുണ്ടോ, അവരാണ് ഭാഗ്യവാനും ഭാഗ്യവതികളും. അല്ലാത്തടത്തോളം കാലം ഈ ലോകപ്രകാരം എന്തെല്ലാം ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, അതൊന്നുമല്ല ഭാഗ്യപദവി. നമ്മൾ പറയും ഒരു വലിയ തുക ലക്കി ഡ്രോയിൽ കിട്ടി, ഭാഗ്യവാൻ. പണം ധാരാളമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പൊളിറ്റിക്കൽ പവറുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, ഉയർന്ന ജോലി എന്നു വേണ്ട, ലോകപ്രകാരം നമ്മുടെ അറിവിലും കാഴ്ചയിലും കേൾവിയിലുമുള്ളതെല്ലാം ഭാഗ്യപദവിയായി നാം വാഴ്ത്തുമ്പോൾ വിശുദ്ധ വചനം പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ശക്തി മാത്രമല്ല സമാധാനവും നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. അതുകൊണ്ട് ഈ സ്വർഗീയ സമാധാനം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയ ദൈവജനമേ, ഈ സമാധാനം ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭ്യമാകൂ. ലോകത്തിലൊരു മനുഷ്യനും തരുവാൻ കഴിയുകയില്ല, ഒരു ദൈവദാസനും തരുവാൻ കഴിയുകയില്ല. നിങ്ങൾ എത്ര സഭ മാറിയാലും, എത്ര ദൈവദാസന്മാരെ മാറിയാലും, എവിടെല്ലാം പോയി ഏതെല്ലാം ആചാര അനുഷ്ഠാന കർമ്മ മാർഗങ്ങൾ അനുഷ്ഠിച്ചാലും ഹൃദയത്തിൽ സമാധാനം നൽകുന്നത് ഉയരത്തിലെ ദൈവമാണ്. എത്ര വലിയ പേരുകേട്ട കൗൺസിലർ ആയാലും, അനേകർക്ക് പല മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണെങ്കിലും, ആ ആളിന് പോലും ദൈവം സമാധാനം കൊടുത്തെങ്കിൽ മാത്രമേ സമാധാനമുള്ളൂ എന്നത് ഞാൻ നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട്
ഇന്ന് നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മെ അനുഗ്രഹിക്കുന്നത് ഈ വാക്യത്തിൽ 2 മേഖലയിലാണ്. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും. ദൈവം തന്റെ ജനത്തിന് സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പല കാരണങ്ങളാൽ ശക്തി ക്ഷയിച്ചവരാണോ? മനസ്സിന് വേണ്ട കട്ടിയില്ലാതെ ഒരു ചെറിയ കാര്യത്തിൽ പോലും അബലരായി മാറുകയാണോ? താങ്ങാൻ പറ്റാത്ത മാനസിക സമ്മർദ്ദം നിങ്ങളെ അലട്ടുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, ജോലി വിഷയത്തിൽ, ആരോഗ്യ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ അശക്തരാണോ? ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ദിവ്യമാകുന്ന, ലോകം തരുന്നതല്ല, ഉയരത്തിലെ സമാധാനത്താൽ നിറയ്ക്കട്ടെ. മാത്രമല്ല, ദൈവിക സമാധാനം അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണതരാകുവാൻ കഴിയുകയുള്ളൂ. ലോകപ്രകാരം മനുഷ്യൻ സമാധാനം തേടി പല കുറുക്കുവഴികൾ സ്വീകരിക്കുകയാണ്. ചിലർ മദ്യത്തിലും മയക്കുമരുന്നിലും ലോക ഇമ്പങ്ങളിലും തങ്ങളുടെ ഇന്നിന്റെ പ്രശ്നങ്ങൾ മറക്കുവാൻ, മനസ്സിന് സ്വസ്ഥത കണ്ടെത്തുവാൻ, തങ്ങളല്ലാതായി മാറാൻ ശ്രമിക്കുന്നു. അതല്ലേ നടക്കുന്നത്? എന്താണ് ഇതിന് ഏക സൊല്യൂഷൻ? സ്വർഗത്തിലെ സമാധാനം. അതുകൊണ്ട് അശക്തരായ, ബലഹീനരായ നമുക്ക് ബലമഥവാ ശക്തി നൽകുന്ന ഒരു ദൈവം, അസമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിൽ സമാധാനം നൽകി പാലിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തിന്റെ കൃപയും സമാധാനവും എന്നെ കേൾക്കുന്ന ഏവരുടെ മേലും വ്യാപരിക്കട്ടെ. ഈ നിലകളിൽ ഭാരത്തോടെ, വിഷമത്തോടെയാണ് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, തമ്പുരാൻ നിങ്ങളുടെ മേൽ ഇടപെടട്ടെ, മാനിക്കട്ടെ, അനുഗ്രഹത്തെ ചൊരിയട്ടെ. ദിവ്യ സമാധാനവും ഉയരത്തിലെ ദിവ്യ ശക്തിയും അയച്ച് സ്വർഗീയ അനുഗ്രഹങ്ങളാൽ പൊതിയട്ടെ. അതിന് നമ്മെ തന്നെ നമുക്ക് ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഒരു ചൊവ്വാഴ്ച കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ഓരോ ദിനവും ദൈവത്തിന്റെ ദാനമാണ്. പ്രതികൂലമേറിയ ലോക ജീവിത യാത്രയിൽ അനുകൂലകനായി കൂടെയിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി കരയറ്റാം. നമ്മെ കുടുംബങ്ങളായി കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇപ്പോൾ ഓൺലൈനായി എന്നെ കേൾക്കുന്നവരും ഈ വരും ദിവസങ്ങളിൽ യൂട്യൂബ് വഴി ശ്രവിക്കുന്നവരുമായ സഹോദരങ്ങളെ, അവരവരുടെ വിഷമങ്ങളും ഭാരങ്ങളും അവരവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിന്റെ ആഴം എത്രത്തോളം വലുതാണ് എന്ന് അവരോട് മാത്രം തിരിച്ചറിയുന്നു. എന്നാൽ നമ്മുടെ ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ബലഹീനതകളിൽ കൂടെ ഇരുന്ന് ശക്തി നൽകട്ടെ. ഉയരത്തിലെ സമാധാനം നൽകി നിങ്ങളെ മാനിക്കട്ടെ. ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ വേലകളെയും സുവിശേഷ പ്രസ്ഥാനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ സഭാവിഭാഗങ്ങളെയും പ്രാർത്ഥനയിൽ വഹിക്കാം. എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. രോഗത്താൽ, ദുഃഖത്താൽ ഭാരപ്പെട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലുമായി വേദനയിലും നിരാശയിലും കിടക്കയിലുമായി കഴിയുന്ന എല്ലാ പ്രായത്തിലുള്ള എല്ലാ രോഗികളെയും
ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയ കുടുംബജീവിതങ്ങൾക്കായി നന്ദി കരയറ്റാം. നമ്മുടെ പങ്കാളികളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഓർക്കാം. വിവിധ ക്ലാസ്സുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് പല പ്രൊഫഷണൽ കോഴ്സസിന്റെയും റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ, എൻട്രൻസ് സംബന്ധമായ റിസൾട്ടുകൾ വെയിറ്റ് ചെയ്യുന്നവർ, പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ചവർ, പുതിയ പഠനത്തിനായി അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവർ, എല്ലാവരെയും ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളോടൊപ്പം നിന്ന് പഠിക്കുന്നവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ, എല്ലാവരെയും ഓർക്കാം. വിവാഹപ്രായമെത്തിയ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഓർക്കാം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി പ്രാർത്ഥിക്കാം. തലമുറയെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. വേദനയിൽ, നിരാശയിൽ, സങ്കടത്തിൽ, വിഷമങ്ങളിൽ, ഡിപ്രഷനിലും ഒക്കെയായിട്ട് കടന്നു പോകുന്നവരെ നമുക്ക് ഓർക്കാം. പല സന്ദർഭങ്ങളിലായി പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഓർക്കാം. നമ്മുടെ വാർദ്ധക്യ മാതാപിതാക്കളെ പ്രാർത്ഥനയിൽ വഹിക്കാം. ഒറ്റയ്ക്കും അല്ലാതെയും കഴിയുന്നവരുണ്ടല്ലോ. സഹോദരി സഹോദരങ്ങളെ ഓർക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് ഓർക്കാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ഈ വരുന്ന ആഴ്ച ഇലക്ഷൻ നടക്കുകയാണ്. ജൂൺ ആദ്യ ആഴ്ചയിൽ ഫലപ്രഖ്യാപനവും വരികയാണ്. ഭാരതം ദൈവശബ്ദം കേൾക്കണം. സുവിശേഷ വെളിച്ചം തിരിച്ചറിയണം. കേരളത്തിനായി പ്രാർത്ഥിക്കാം. അതിഭീകരമായ ചൂടിൽ നിന്നും അതിതീവ്രമായ മഴയിലേക്കും തന്മൂലമുണ്ടാകുന്ന പല പ്രകൃതിക്ഷോഭങ്ങളിലേക്കും നീങ്ങുകയാണ്. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവം പ്രകൃതിയെ നിയന്ത്രിക്കുകയും ആർക്കും ഒരു അപകടം പറ്റാതെ പരിപാലിക്കേണ്ടതിനായി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിന്റെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളെ ഓർക്കാം. ഇതിന്റെ പങ്കാളികളായി എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായി കഴിയുന്ന ദൈവമക്കളെ ഓർക്കാം. വിവിധ മേഖലകളിൽ നിലകളിലുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദൈവവചന പഠനം, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷത്തോളമായി ഓൺലൈനിൽ കൂടെ ഒക്കെ ദൈവം നമ്മളെ നടത്തിയതിനായി ഇതിന് പിന്നിൽ അധ്വാനിക്കുകയും ചെലവിടുകയും പ്രാർത്ഥിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്തവരെ ഒക്കെ നന്ദിയോടെ ഓർക്കാം. ദൈവം അവരെയെല്ലാം അനുഗ്രഹിച്ച് തക്കതായ പ്രതിഫലം നൽകി മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്നവരെ ഓർക്കാം. ഡിവോഴ്സിന്റെ വക്കിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. ജോലിഭാരം, ജോലിയില്ലാത്ത വിഷയങ്ങൾ, ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തവർ, വിസയുടെ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർ, എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സകലത്തിന്മേലും അധികാരമുള്ളവൻ ഇന്ന് നാം ധ്യാനിച്ചതുപോലെ ഉയരത്തിലെ ശക്തി നൽകട്ടെ, ഉയരത്തിലെ സമാധാനം നൽകി തന്റെ മക്കളാകുന്ന നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം.
ഞങ്ങൾ ഒന്നിച്ച് അനേക വിഷയങ്ങൾ ഒന്നിച്ച് മധ്യസ്ഥ അണച്ചിരിക്കുന്നു. തമ്പുരാൻ അവിടുന്ന് കൈക്കൊണ്ട് തക്ക സമയത്ത് അതിന്മേൽ വിടുതലിനെ അയക്കണമേ. സ്വർഗീയ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വചന പഠനത്തിനായിട്ട് ഒരുങ്ങുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടെ ഇരുത്തേണം. നെറ്റ്വർക്കിനെയൊക്കെ അപ്പനവിടുന്ന് നിയന്ത്രിക്കണം. ആദ്യവസാനം കൃപയിൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ 2024 മെയ് മാസം 3-ാം ചൊവ്വാഴ്ചയാകുന്ന 21-ാം തീയതി ഈ സന്ധ്യാസമയം ഓൺലൈനായി ദൈവവചനം പഠിക്കുവാൻ, അനേക വിഷയങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ഏവരെയും ഇന്നത്തെ വചനപ്രകാരം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലായ ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ധാരാളം വിവിധ വചന ശുശ്രൂഷകൾ ലഭ്യമാണ്. അവ നിങ്ങൾ കേൾക്കുകയും ധ്യാനിക്കുകയും ആത്മീകമായി വളരുകയും ചെയ്യണം. 2024 ജനുവരിയിൽ നമ്മൾ പുതിയ ക്ലാസ്സായി പൗലോസിന്റെ സുവിശേഷ യാത്രകളെ കുറിച്ച് പഠിച്ചു വരികയാണ്. ആ ക്ലാസിന്റെ ആ സബ്ജക്റ്റിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം എത്തുന്നത്. കഴിഞ്ഞ 15 ക്ലാസ്സുകൾ അക്കമിട്ട് ഡേറ്റ് സഹിതം നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ തുടർ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് 21-ാമത്തെ മെയിൻ പോയിന്റാണ്. പൗലോസിന്റെ സുവിശേഷ യാത്രയിലെ 21-ാമത്തെ മെയിൻ പോയിന്റായിട്ട് നമ്മൾ കണ്ടത് മെലീത്ത ദ്വീപിലെ അത്ഭുതങ്ങൾ. 2 പ്രധാന അത്ഭുതങ്ങൾ നടന്നതായും അവിടെ നിന്ന് കപ്പൽ കയറി സുറക്കൂസയിലെത്തി 3 ദിവസം അവിടെ താമസിച്ചതായും അവിടെ നിന്ന് രഗ്യോനിൽ എത്തിയതായും അവിടുത്തെ വിശ്വാസികൾ പൗലോസിന് സ്നേഹ സമൃദ്ധമായ വരവേൽപ്പ് നൽകി. തുടർന്ന് 22-ാമതായി നമ്മൾ പഠിച്ചത് പൗലോസ് റോമയിലേക്കുള്ള യാത്രയിൽ റോമയിലെത്തുന്നതാണ്. കാരണം കൈസറെ അഭയം ചൊല്ലിയതിനാൽ റോമിലോട്ട് എത്തുകയാണ്. റോമിലെ വിശ്വാസികൾ പൗലോസിനെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഒരു പടയാളിയുടെ കാവലിൽ കൂലിക്കെടുത്ത ഒരു വീട്ടിൽ വേറിട്ട് പാർപ്പാനായി അനുവാദം ലഭിക്കുകയും അവിടെ തടവുകാരനായി 2 വർഷത്തോളം താമസിച്ചതായി അപ്പോസ്തലപ്രവൃത്തി 28-29 നാം കാണുകയുണ്ടായി. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. ഇന്ന് ഈ വിഷയത്തിന്റെ അവസാന ക്ലാസ്സിൽ 23-ാമത്തെ മെയിൻ പോയിന്റ് പൗലോസിനുണ്ടായ ദർശനം. പൗലോസിന്റെ ജീവിതയാത്രയിൽ പൗലോസിനുണ്ടായ ഏറ്റവും പരമപ്രധാനമായ ഒരു ദർശനത്തെ കുറിച്ചാണ് നാം 23-ാമത്തെ പോയിന്റിൽ കാണുവാൻ ശ്രമിക്കുന്നത്. ഇതിന് ഇടയിലുണ്ടായ പല ദർശനങ്ങൾ അതാത് സമയത്ത് നമ്മൾ പഠിക്കുകയുണ്ടായി. 2 കൊരിന്ത്യർ 12:2 പൗലോസിനുണ്ടായ ദർശനത്തിൽ 3-ാം
സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ പറ്റി പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. അത് പൗലോസ് തന്നെ പറ്റി തന്നെ പറയുന്നതാണ് എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാരുടെ ഒന്നിച്ചുള്ള ഐക്യകണ്ഠേനയായിട്ടുള്ള അഭിപ്രായം. കാരണം ആ കാലയളവിൽ പൗലോസിനെ പോലെ ഭക്തനും ദൈവ നടത്തിപ്പിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല സാഹചര്യങ്ങളും ദൈവിക ആലോചനകളും ഒക്കെ കണക്കിലെടുത്ത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പൗലോസ് പറയുന്ന ഈ ഭാഗം പൗലോസിനെ തെറ്റിപ്പ് തന്നെയാണെന്ന് പറയുന്നു. നാം പഠിച്ചു വന്നപ്പോൾ കണ്ടു, തന്റെ മാനസാന്തരത്തിന് ശേഷം പൗലോസ് അറേബ്യയിലേക്കാണ് കടന്നുപോയിരിക്കുന്നത്. ഗലാത്യർ 1:17 കാണാം. അറേബ്യയിൽ താൻ ഏകദേശം 3 വർഷം, നമ്മളത് പഠിച്ചതാണ്, 3 വർഷത്തോളം താമസിച്ച് പ്രാർത്ഥിച്ച് തന്റെ മുൻപോട്ടുള്ള ഭാവി സുവിശേഷ യാത്രകളെ കുറിച്ച് താൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ആ സമയത്തായിരിക്കണം ഈ ദർശനം കണ്ടത് എന്ന് ഒരു കൂട്ടം വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, ഈ ദർശനം പൗലോസിൻ്റെതാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതേത് സമയത്താണ് ഈ ദർശനം ഉണ്ടായത് എന്നതിൽ പല അഭിപ്രായങ്ങൾ, അത് എതിരഭിപ്രായമായിട്ടല്ല, സാഹചര്യങ്ങളും ഒക്കെ കണക്കിലെടുത്ത് അത് ആ സമയത്തായിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള വിവിധ വശങ്ങൾ ഇന്നും നിലവിലുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 22:17 യെരുശലേം ദേവാലയത്തിൽ വെച്ച് ഒരു ആത്മവിവശത ഉണ്ടായതായും പ്രാർത്ഥിച്ചതായും പറയുന്നുണ്ട്. ഈ ആത്മവിവശതയിൽ ഉണ്ടായ ദർശനമായിരിക്കാം 2 കോരിന്ത്യരിൽ പറയുന്നത് എന്ന് മറ്റൊരു അഭിപ്രായവും വേദ പണ്ഡിതാക്കൾക്കിടയിലുണ്ട്. അപ്പോൾ ഏതായാലും പൗലോസിന് തന്റെ ദർശനത്തെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. താൻ എവിടെ എത്തിച്ചേരും, താൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 20:4 തന്റെ ഒരു വലിയ പ്രഖ്യാപനം പറയുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇത് പൗലോസിന്റെ ഒരു തീരുമാനത്തിന്റെ പ്രഖ്യാപനമാണ്. ഇതിന് കാരണമായത് ഈ ദർശനമാണ്. അപ്പോൾ പൗലോസിന്റെ ഈ ദർശനം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പൗലോസിന്റെ ദർശനം എന്ന 23-ാമത്തെ ചിന്തയിൽ നാം 3 കാര്യമാണ് പഠിച്ചത്. ഒന്ന്, 2 കോരിന്ത്യർ 12:2 പറയുന്ന ദർശനം പൗലോസിന് തന്നെ ഉണ്ടായതാണ് എന്ന് വേദപഠിതാക്കൾ ഒരുപോലെ സമ്മതിക്കുന്നു. എന്നാൽ ഇത് ഏത് സമയത്താണ് എന്ന് പ്രധാനമായിട്ടും 2 അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഒന്ന്, തന്റെ മാനസാന്തര ശേഷം അറേബ്യയിൽ താൻ 3 വർഷത്തോളം പ്രാർത്ഥനാ നിരതനായി ദൈവത്തോട് ആലോചന കഴിച്ചപ്പോൾ ദൈവം നൽകിയ ദർശനം. 2, തന്റെ യെരുശലേം സന്ദർശന വേളയിൽ നമ്മളത് കണ്ടു. 3 പ്രധാന മിഷണറി യാത്രയും 5 യെരുശലേം യാത്രകളും. ഈ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ
ആത്മവിവശത ഉണ്ടായതായി നാം വചനത്തിൽ വായിക്കുന്നു. ആ സമയത്ത് ലഭിക്കപ്പെട്ട ദർശനം. ഇങ്ങനെ രണ്ട് ചിന്തകളാണ് ഇവിടെയുള്ളത്. എന്താണെങ്കിലും പൗലോസ് ഒരു ഉത്തമ തീരുമാനത്തിന്റെ ഉടമയായിരുന്നു. അതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട 20:4. 24-ാമത്തെ ചിന്ത, പൗലോസിന്റെ ജീവിതാന്ത്യം. പൗലോസിന്റെ ജീവിതാന്ത്യം വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവമക്കൾ അത് പഠിക്കേണ്ടതുമാണ്. പൗലോസിന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം കാരാഗ്രഹവാസം അനുഭവിച്ചു എന്ന് വചന സാഹചര്യത്താൽ വിശ്വസിക്കപ്പെടുന്നു. അത് പലതും അത് തന്നെയാണ് എന്ന് കൃത്യമായി അവകാശപ്പെടാൻ പറ്റുന്നില്ല. വചന തെളിവുകളും സാഹചര്യ തെളിവുകളും അതിനെ സാധൂകരിക്കുന്നു എന്ന് മാത്രം. എഫെസോസിൽ വെച്ച് ഒരു കാരാഗ്രഹവാസം ഉണ്ടായി എന്ന് കരുതപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിലെ വിവരണം നോക്കുമ്പോൾ ദെമേത്രിയോസ് തട്ടാൻ മൂലം ഉണ്ടായ അന്നത്തെ ബഹളം മൂലം പൗലോസ് മക്കദോന്യയ്ക്ക് പോയി എന്നാണ് 20:1 കാണുന്നത്. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതുന്ന 1-ാം ലേഖനത്തിൽ അതിന്റെ 15:32 പൗലോസ് മൃഗത്തോട് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. ഇത് താൻ ഏകാന്തമായി കാരാഗ്രഹവാസം ചെയ്തു എന്നതിന്റെ മറ്റൊരു സൂചനയായും വേദപഠിതാക്കൾ പരിഗണിക്കുന്നു. 2-ാമത്തെ കാരാഗ്രഹവാസം കൈസരിയിൽ വെച്ചായിരുന്നു. 1-ാമത്തേത് എഫെസോസിൽ. ഇതിനിടയ്ക്കുള്ളതാണ് സാഹചര്യങ്ങൾ വെച്ച് ഈ പറഞ്ഞത്. 2-ാമത്തേത് കൈസരിയിൽ വെച്ചായിരുന്നു. ഫെലിക്സ് എന്ന ദേശാധിപതി 2 വർഷത്തേക്ക് പൗലോസിനെ കാരാഗ്രഹത്തിലാക്കിയിരുന്നതായി കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 24-27. ഫെലിക്സിന്റെ പിൻഗാമിയായി ഫെസ്റ്റോസ് വന്നപ്പോഴാണ് പൗലോസിന്റെ വിസ്താരം നടക്കുന്നത്. ആ വിസ്താരത്തിൽ യഹൂദന്മാർ പൗലോസിന്റെ മേൽ ചുമത്തിയ കുറ്റമൊന്നും തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് 25:8 കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് കൈസരെ അഭയം ചൊല്ലിയിരുന്നതിനാലാണ് റോമിലേക്ക് പോകേണ്ടി വന്നത്. അവിടെ കൂലി കൊടുത്ത് വീട്ടിൽ 2 വർഷം ഒരു പടയാളിയുടെ തടവിൽ കഴിഞ്ഞത്, അതായത് ഇപ്പോൾ നമ്മൾ കേട്ടത്, തന്റെ 3-ാമത്തെ കാരാഗ്രഹവാസമായി 28-29 കാണുന്നു. എന്നാൽ ഇവിടെ നിന്നും പൗലോസ് മോചിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. അതായത് ഫിലേമോൻ 22-ാം വാക്യത്തിലെ സൂചന താൻ അവിടെ നൽകുന്നത് അതാണ്. എന്നാൽ റോമിൽ തന്നെ താൻ 2 തവണ തന്നെ തടവ് ശിക്ഷ അനുഭവിച്ചതായി വിശ്വസിക്കുന്നവരും ഉണ്ട്. റോമിൽ 2 പ്രാവശ്യം തടവ് ശിക്ഷ അനുഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന ധാരാളം വേദപഠിതാക്കളും ഉണ്ട്. അപ്പോൾ പൗലോസിന്റെ ജീവിതാന്ത്യത്തിലേക്ക് വരികയാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ അവസാനത്തെ 3-ാമത്തെ ഈ റോമിലെ കൂലിക്കെടുത്ത ഭവനത്തിലെ കാരാഗ്രഹവാസം ഒക്കെ നടക്കുന്നത്. 25-ാമതായി പൗലോസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങൾ. നമുക്കറിയാം, പൗലോസ് ധാരാളം ലേഖനങ്ങൾ എഴുതി. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ധന്യമായി ലഭിക്കപ്പെട്ടു. ഒരു വിധത്തിൽ പറഞ്ഞാൽ വേദപുസ്തകത്തിൽ തന്നെ സങ്കീർത്തനങ്ങളിൽ ദാവീദോ മറ്റുള്ളവരോ കഴിഞ്ഞാൽ പുസ്തകങ്ങളായി ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനാലാണ്. ഇതിനകത്തിൽ പലതും
കാരാഗ്രഹ ലേഖനങ്ങൾ എന്നും അറിയപ്പെടുന്നു. അതായത് താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നമ്മൾ കേട്ടല്ലോ, പ്രധാനമായും 3 പ്രാവശ്യം ഉണ്ട്. ഈ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും തനിക്ക് ചെയ്യാവുന്ന കർത്തൃവേല താൻ ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ദൈവവചനത്തിൽ കാനോനികമായി അംഗീകരിച്ച ലേഖനങ്ങൾ ചേർക്കപ്പെടുവാൻ ഇടയായി. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ എന്നീ ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതുപോലെ സഭാ ശുശ്രൂഷകർക്കായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്രബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന തിമത്തിയോസിനുള്ള 2 ലേഖനങ്ങളും തീത്തോസിനുള്ള ലേഖനവും കാരാഗ്രഹവാസകാലത്ത് എഴുതിയതാണ്. ഈ ലേഖനങ്ങൾ പൗലോസ് 2ാം പ്രാവശ്യം റോമിൽ തടവിലായപ്പോൾ എഴുതിയതാണ് എന്നൊരു ചിന്താഗതിയും ജനങ്ങൾക്കിടയിലുണ്ട്. അതെന്താണേലും കൊള്ളാം, ഇത്രയും ലേഖനങ്ങൾ പൗലോസ് തന്റെ കാരാഗ്രഹ ജീവിതത്തിൽ വെച്ച് എഴുതുവാൻ ഇടയായി തീർന്നു. പൗലോസ് എഴുതിയതായ 13 നേരിട്ടുള്ള ലേഖനങ്ങളാണ് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത്. പൗലോസിന്റെ നേരിട്ടുള്ള 13 ലേഖനങ്ങൾ. എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരനെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും 90% വേദ പഠിതാക്കളും എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ വിശുദ്ധ പൗലോസ് തന്നെ എന്ന് നിസ്സംശയം വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ 14 ലേഖനങ്ങൾ നമുക്ക് പൗലോസിൽ നിന്നും ലഭിക്കപ്പെട്ടു. ഇത് തീർച്ചയായും വളരെ അനുഗ്രഹമാണ്. ഇന്നും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രേരണയും നടത്തിപ്പും ഇല്ല എങ്കിൽ പല ലേഖനങ്ങളും നമുക്ക് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് മലയാളം അറിയാം, മലയാളത്തിൽ വായിച്ച് മലയാളത്തിന്റെ ഏത് ഭാഷാഭൂഷണി നോക്കിയാലും ഇതിന്റെ അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയില്ല എങ്കിൽ ഒരിക്കലും നടക്കുകയില്ല. അത് വേദപുസ്തകത്തിന്റെ 1ാം പുസ്തകമായ ഉൽപ്പത്തിയിലെ ആയി തുടങ്ങി അവസാന പുസ്തകമായ വെളിപ്പാടിലെ അവസാന വാക്കായ ആമീനിലെ ആ വരെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങൾ. പൗലോസ് അവിവാഹിതനായിരുന്നു എന്ന സൂചന 1 കൊരിന്ത്യർ 9:5 കാണാവുന്നതാണ്. എന്നാൽ വിവാഹിതനാണ് എന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ട്. അതിന് അവർ പറയുന്ന ഒരു ന്യായം കൂടെയുണ്ട്. അത് മറ്റൊന്നുമല്ല, സെന്നദ്രീം സംഘത്തിൽ അംഗങ്ങളായിരിക്കുന്നവർ കുടുംബസ്ഥരായിരിക്കണമെന്ന് നിബന്ധനയുണ്ടായിരുന്നു. പൗലോസ് സെന്നദ്രീം സംഘത്തിലെ അംഗമായിരുന്നു. ആയതിനാൽ അദ്ദേഹം വിവാഹിതനായിരിക്കാം എന്ന് കരുതുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്നാൽ അദ്ദേഹം വിഭാര്യനായിരുന്നു എന്നും ഒരു കൂട്ടർ കരുതുന്നു. വിവാഹമേ കഴിച്ചിട്ടില്ല എന്ന്, അതായത് അവിവാഹിതനായിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 9:5 പറയുന്നു. ഇത് പൗലോസിന്റെ ജീവിതത്തിന്റെ മറ്റൊരു മുഖമാണ്. 26 അവസാനത്തെ ചിന്ത, പൗലോസിന്റെ രക്തസാക്ഷി മരണം. പൗലോസിന്റെ ജീവിത അന്ത്യം എന്ന് പറയുന്നത്
രക്തസാക്ഷി മരണം തന്നെയാണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന് പുതിയ നിയമ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വം നിർവഹിക്കപ്പെടുമ്പോൾ വസ്ത്രം കാത്തിരുന്ന ശൗൽ എന്ന ബാല്യക്കാരൻ പൗലോസായി മാറി കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷി മരണം വരിക്കുവാൻ ഇടയായി. AD 67 നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ കാരണക്കാർ, അതായത് AD 67 നീറോയുടെ ഭരണകാലത്ത് റോമിൽ തീപിടുത്തം ഉണ്ടാകുവാനുള്ള കാരണം ഒരു വലിയ ലഹള പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. ആ ലഹളയ്ക്കുള്ള കാരണക്കാർ അവിടുത്തെ ക്രിസ്ത്യാനികളാണ് എന്ന് പ്രചരിപ്പിക്കുകയുണ്ടായി. ഇത് നീറോയെ ക്ഷുഭിതനാക്കുകയും നീറോയുടെ കൽപ്പന പ്രകാരം നീറോയുടെ പട്ടാളക്കാർ ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിച്ചു, അതിശക്തമായി പീഡിപ്പിച്ചു. നമുക്കിന്ന് ചിന്തിക്കുവാൻ പറ്റാത്ത നിലയിൽ അതിക്രൂരമായ പീഡനങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസ സമൂഹം ഏറ്റുവാങ്ങി. റോമിൽ നിന്ന് 3 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് പൗലോസിനെ ശിരച്ഛേദം ചെയ്തതായിട്ടാണ് പാരമ്പര്യം പറയപ്പെടുന്നത്. ഈ ലഹളക്കിടയിൽ പിടിക്കപ്പെടുകയും അങ്ങനെ പൗലോസിനെ ശിരച്ഛേദം ചെയ്തതായി പറയപ്പെടുന്നു. പൗലോസിനെ സംസ്കരിച്ച ആ സ്ഥലത്ത് ഒരു ദൈവാലയം ഇന്നും കാണപ്പെടുന്നു. അങ്ങനെ സുവിശേഷത്തിനു വേണ്ടി വളരെ ശക്തമായി പോരാടിയ വീരനും ധീരനും പ്രഗത്ഭനുമായ മിഷണറി വര്യൻ ലോകത്തോട് വിട പറഞ്ഞു. വിദ്യാഭ്യാസം കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും ജന്മം കൊണ്ടും സമ്പത്ത് കൊണ്ടും അറിവ് കൊണ്ടും തന്റേതായിട്ടുള്ള ഡിറ്റർമിനേഷൻ കൊണ്ടും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കേണ്ടിയിരുന്ന മഹൽ വ്യക്തിയായിരുന്ന പൗലോസ് കർത്താവിന് വേണ്ടി സകല ത്യാഗവും സഹിച്ച് ഏകദേശം AD 67 ഈ ലോകത്തോട് രക്തസാക്ഷി മരണത്തോടുകൂടി മാറ്റപ്പെടുകയുണ്ടായി. പ്രിയ ദൈവമക്കളെ, ഏകദേശം 5 മാസത്തോളമായി പൗലോസിന്റെ സുവിശേഷ യാത്ര, പൗലോസിന്റെ ജനനം മുതൽ രക്തസാക്ഷി മരണം വരെയായി 26 മെയിൻ പോയിന്റുകളിലായി പൗലോസിന്റെ 5 യെരുശലേം യാത്രകൾ, 3 മിഷണറി യാത്രകൾ, അനേക ദർശനങ്ങൾ, വെളിപ്പാടുകൾ, പങ്കപ്പാടുകൾ, കഷ്ടപ്പാടുകൾ, വളർച്ച, അന്ത്യകാലഘട്ടം, മരണം, ലേഖനങ്ങൾ, വ്യക്തിപരം, കുടുംബപരം, സാമൂഹ്യം, ആത്മീകം, ഭൗതികം എല്ലാം നാം കണ്ടു. ഇതിന്റെ എല്ലാ ആകത്തുക എന്ന് പറയുന്നത് ഈ ഒരു പ്രാവശ്യമെങ്കിലും ഈ ശുശ്രൂഷ കേട്ടവർ ബാക്കി ഭാഗങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ കേൾക്കുകയും ഈ സുവിശേഷ വെളിച്ചം ഉള്ളിൽ സംശീകരിക്കുകയും കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും വേണം. ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ മുൻപോട്ടുള്ള യാത്ര 1-ാം നൂറ്റാണ്ടിന്റെ പ്രതികൂല ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അത് വചനം പറയുന്നതാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. നാം അന്ത്യകാലത്തിൽ എത്തി നിൽക്കും. ആകയാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ദൈവകൃപയോടെ മുന്നേറുവാൻ
ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിന്റെ എല്ലാ സഹോദരങ്ങളെയും, ഈ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ഒരുക്കട്ടെ. അതിന് ഇന്ന് നാം സങ്കീർത്തനത്തിൽ ധ്യാനിച്ച 29-ാം സങ്കീർത്തനം 11-ാം വാക്യം പോലെ യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയെ മാനിക്കട്ടെ. നിങ്ങൾ 16 എപ്പിസോഡുകളിലായി പൗലോസിന്റെ സുവിശേഷ യാത്ര എന്ന ഈ വലിയ സബ്ജക്ട് പ്രാർത്ഥനാപൂർവം കേൾക്കുകയും വേദപുസ്തക ഭാഗങ്ങൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കുകയും എനിക്ക് കർത്താവിന്റെ വരവിന് മുമ്പായി എന്റെ ആയുസ്സിൽ എന്ത് ചെയ്യാൻ സാധിക്കും, കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി ചെയ്യുകയല്ല ഉദ്ദേശിക്കുന്നത്, കർത്താവിന് വേണ്ടി ഒരാളോട് യേശുവിനെ കുറിച്ച് ഞാൻ പറയും. യേശു എന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാണ്. യേശു എന്നെ സ്നേഹിച്ചു. ഞാൻ പാപിയായിരിക്കെ എന്നെ സ്നേഹിച്ചു. സഹോദര സഹോദരി, താങ്കളെയും സ്നേഹിക്കുന്നു. താങ്കൾക്ക് വേണ്ടിയും കൂടിയാണ് യേശു കാൽവറി കൊലക്കളത്തിൽ യാഗമായത്. ആ സ്നേഹം താങ്കളെയും മാടി വിളിക്കുന്നു. ഇന്ന് താങ്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ നെരിപ്പോട് നിറഞ്ഞ എല്ലാ അനുഭവങ്ങളും മാറ്റിത്തരുവാൻ, വിടുതൽ തരുവാൻ, ഈ ലോകത്തിൽ പണമോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ അല്ല, അതിനേക്കാൾ ഉപരിയായി നിത്യരക്ഷയും നിത്യജീവനും തരുവാൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ രക്ഷകനായ യേശു മതിയായവനാണ്. താങ്കളും ആ യേശുവിൽ വിശ്വസിക്കണം. അങ്ങനെ രക്ഷണ്യ പദ്ധതിയുടെ അംഗമായി നിത്യതയിൽ എത്തിച്ചേരണമെന്ന് ഈ ക്ലാസുകളിലെ ചിന്തകൾ നമ്മളെ ഭരിക്കട്ടെ, ഒരുക്കട്ടെ. മറ്റുള്ളവരോട് പറയുവാൻ തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ഈ പാഠങ്ങൾ, ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മളോട് കൂടെയിരിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 5 മാസത്തോളമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ സുവിശേഷ യാത്രകളെ കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നുവല്ലോ. അപ്പൊ അത് ഞങ്ങൾക്കൊരു വലിയ ഉൾവിളിയായി, ആത്മീയ പ്രചോദനമായി, മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് നാണിക്കാതെ സാക്ഷിക്കുവാൻ, ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ നാളുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന, അധ്വാനിച്ച, ചിലവിട്ട, യൂട്യൂബിൽ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്ത നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുകൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയെ സേവിക്കുവാൻ, സാക്ഷിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് നേടുവാൻ, നിത്യയുടെ തുറമുഖത്ത് യുഗായുഗങ്ങൾ അങ്ങയോട് ചേർന്ന് വസിപ്പാൻ ഞങ്ങളുടെ ഈ പഠനങ്ങളും അധ്വാനങ്ങളും പ്രാർത്ഥനകളും ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും കേട്ട വചനത്തോടും മുൻപോട്ടുള്ള ശുശ്രൂഷകളോടും ഇന്നുവരെന്നേക്കും കർത്താവ് 2ാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.